ഹായ്, എല്ലാവർക്കും പുതിയൊരു OTT അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ആഴ്ച റിലീസായ OTT ചിത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള OTT ഇൻഫർമേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരുപാട് ചിത്രങ്ങൾ OTT റിലീസായൊരു ആഴ്ചയായിരുന്നു ഈ ആഴ്ച. ഛത്രപതി ശിവജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സംഭാജി മഹാരാജാവായി വിക്കി കൗശൽ വേഷമിട്ട ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രം ജാവ OTTയിലെത്തി. രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന, ആശുതോഷ് റാണ, ദിവ്യദത്ത, നീൽ ഫുവാലം എന്നിവരും ചിത്രത്തിലുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്ന് OTT റിലീസായ വേറൊരു ചിത്രമാണ് ദാസേട്ടൻ്റെ സൈക്കിൾ. ഇത് തിയേറ്ററിൽ പരാജയപ്പെട്ടൊരു ചിത്രമാണ്. ഹരീഷ് പേരാടി പ്രധാന വേഷത്തിലെത്തിയൊരു ചിത്രമാണ് ദാസേട്ടൻ്റെ സൈക്കിൾ. അഖിൽ കാവുങ്ങൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ നിർമ്മാണവും ഹരീഷ് പേരാടി തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. മാർച്ചിൽ തിയേറ്ററിലെത്തിയ ചിത്രം OTTയുടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. മനോരമ മാക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത് പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു. ഈ പടത്തിനെക്കുറിച്ച് അങ്ങനെ വലിയൊരു സംഭവമൊന്നും കേൾക്കുന്നില്ല. ആൾക്കാരൊന്നും നല്ലതൊന്നും പറഞ്ഞു കേട്ടില്ല. അടുത്ത OTT റിലീസായ പടമാണ് ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ്. ധ്യാൻ ശ്രീനിവാസൻ, റഹ്മാൻ, ഷെയ്ലു അബ്രഹാം, സൈജു കുറുപ്പ്, ബാബു ആൻ്റണി, ബിബിൻ ജോർജ്, അജു വർഗീസ്, ബാല, ആൻസൺ പോൾ, സെന്തിൽ കൃഷ്ണ, ടിനി ടോം, ഹരിശ്രീ അശോകൻ, രമേഷ് പിഷാരടി, ഡ്രാക്കുള സുധീർ, സോഹൻ സിനുലാൽ, മൊട്ട രാജേന്ദ്രൻ, സജിൻ ചെറുകയിൽ, മല്ലിക സുകുമാരൻ, അജയ് വാസുദേവ്, ആരാധ്യ ആൻ എന്നിവർ അഭിനയിച്ച ബാഡ് ബോയ്സ് OTTയിലെത്തി. ആമസോൺ പ്രൈം വീഡിയോയും മനോരമ മാക്സും എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം ലഭ്യമാണ്. ഇതൊരു തിയേറ്ററിൽ പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. അടുത്ത OTT റിലീസായ ചിത്രമാണ് ദാവീദ്. ആൻ്റണി വർഗീസിനെ നായകനാക്കി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ചിത്രമാണ് ദാവീദ്. OTTയിൽ എത്തിയിട്ടുണ്ട്. ബോക്സിംഗ് താരമായാണ് ചിത്രത്തിൽ പെപ്പെ എത്തുന്നത്. ലിജോ മോൾ ജോസ്, വിജയരാഘവൻ, മോ ഇസ്മായിൽ, സൈജു കുറുപ്പ്, അജു വർഗീസ്, ജസ് കുക്കു, കിച്ചു ടെല്ലസ്, വിനീത് തട്ടിൽ, അച്ചു ബേബി ജോൺ, അന്നാരാജൻ തുടങ്ങിയ നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട്. സേഫ് ഹൈവേയിലാണ് ദാവീദ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. അടുത്തതായി OTT വന്ന ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമാണ് കുടുംബശ്രീയും കുഞ്ഞാടും. ഇതൊരു തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു ചിത്രമാണ്. മഹേഷ് P. ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ്. സൺ നെക്സ്റ്റിലൂടെയാണ് കുടുംബശ്രീയും കുഞ്ഞാടും OTTയിലെത്തിയത്. ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതൊരു പരാജയപ്പെട്ട ചിത്രമായിരുന്നു. അടുത്ത OTT റിലീസായൊരു ഹിറ്റ് ചിത്രമാണ് കോട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. ഇതൊരു തെലുങ്ക് ചിത്രമാണ്. റാം ജഗദീഷ് സംവിധാനം ചെയ്തൊരു ചിത്രമാണ് കോട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. സസ്പെൻസുകൾ നിറഞ്ഞൊരു ത്രില്ലർ സിനിമയാണിത്. നിയമവ്യവസ്ഥയുടെ വെബിൽ കുടുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം. സാമൂഹ്യ വിഷയങ്ങളാണ് ചിത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രം മലയാളം ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാണ്. ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതൊരു നല്ലൊരു ചിത്രമാണ്. അടുത്ത OTT റിലീസായൊരു ചിത്രമാണ് പെരുസ്. നവാഗത സംവിധാനം ഇളങ്കോ റാം സംവിധാനം ചെയ്ത ചിത്രമാണ് പെരുസ്. OTTയിൽ എത്തിയിട്ടുണ്ട്. വൈഭവ്, സുനിൽ റെഡ്ഡി, സന്താന ഭാരതി, VTV ഗണേഷ്, ദീപ ശങ്കർ എന്നിവർ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സ്ട്രീമിംഗ് ഭീമനായ നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിൻ്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയത്. ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.